श्रीगुरुभ्यो नमः। ॐ गं गणपतये नमः। ॐ सं सरस्वत्यै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 24 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂനിധി. ഏവം ഉക്തഃ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോഃ ഉഭയോഃ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂൻ ഇതി. ഏവം ഉക്തഃ ഹൃഷീകേശഃ, ഇപ്രകാരം പറയപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ, അർജുനനാൽ ഇപ്രകാരം പറയപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ഗുഡാകേശേന, ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ അർജുനൻ, നിദ്രയെ ജയിച്ചവൻ എന്നാണ് ആ പദത്തിനർത്ഥം. അപ്പം അർജുനൻ ധാരാളം പരിശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ ദിവ്യങ്ങളായ അസ്ത്രങ്ങളൊക്കെ നേടേണ്ടതിനായിട്ട് കൊടിയ തപസ്സുകളൊക്കെ ചെയ്തപ്പോൾ നിദ്രയെല്ലാം ജയിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നിരുന്നു. അങ്ങനെ നിദ്രയെ ജയിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഗുഡാകേശൻ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃഷീകേശൻ എന്ന് പറയുന്നത് ഹൃഷീകങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്രകാരം അർജുനനാൽ പറയപ്പെട്ട ഭഗവാൻ സേനയോഹോ ഉഭയോഹോ, രണ്ട് സേനകളുടെയും മധ്യത്തിലായി, നടുക്കായി, സ്ഥാപയിത്വ രഥോത്തമം, ഉത്തമമായ ആ രഥം കൊണ്ടുപോയി സ്ഥാപിച്ചു അല്ലെങ്കിൽ നിർത്തി. രണ്ട് സേനയുടെയും മധ്യത്തിലായി ഭഗവാൻ രഥം കൊണ്ടുപോയി നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖതഃ, ഭീഷ്മദ്രോണാദികളുടെയും സർവേഷാം ച മഹീക്ഷിതാം, എല്ലാ രാജാക്കന്മാരുടെയും മുൻപിലായിട്ട് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഭഗവാൻ ഉവാച, ഭഗവാൻ അർജുനോട് പറഞ്ഞു, പാർത്ഥ, ഹേ പൃഥയുടെ പുത്രനായ പാർത്ഥ, പശ്യ ഏതാൻ സമവേതാൻ കുരൂൻ ഇതി. പശ്യ ഏതാൻ, ഈ വന്നു നിൽക്കുന്നവരെ കണ്ടുകൊള്ളൂ, സമവേതാൻ കുരൂൻ, അണിനിരന്ന് നിൽക്കുന്ന ഈ കൗരവസേനയെ നീ കണ്ടാലും. കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, നമ്മുടെ ഈ രഥത്തെ രണ്ട് സേനകളെ നടുവിലായിട്ടൊന്ന് നിർത്തണേ. അവിടെ നിന്നിട്ട് ഞാനൊന്ന് കാണട്ടെ, വന്ന് നിൽക്കുന്ന, യുദ്ധം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് ഒന്ന് ഞാൻ കാണട്ടെ. തന്നെയുമല്ല, ഈ ദുർബുദ്ധിയായ ദുര്യോധനന് വേണ്ടി മരണം വരെ വരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നവരാരൊക്കെ എന്നുകൂടി ഞാനൊന്ന് കാണട്ടെ എന്ന് ഭഗവാനോട് അർജുനൻ അപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാന്റെ മുൻപിലുള്ള അപേക്ഷയെ ഭഗവാൻ ആ ഭക്തന് ഏത് പ്രകാരമായാൽ തൃപ്തി വരുമോ അപ്രകാരം തന്നെ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുക്കുന്നു. ഭഗവാൻ ആ രഥം കൊണ്ടുപോയി എല്ലാ രാജാക്കന്മാരുടെയും ഭീഷ്മ ദ്രോണാദികളുടെയും ഒക്കെ മുൻപിലായി കൊണ്ടുചെന്ന് രഥം നിർത്തിയിട്ട് അർജുനോട് പറയുകയാണ്, ഹേ അർജുന, നീ കണ്ടാലും
ഈ വന്ന് യുദ്ധത്തിനായിട്ട് അണിനിരന്ന് നിൽക്കുന്ന കൗരവസേനയെ നന്നായി നീ കണ്ടാലും എന്ന് ഭഗവാൻ അർജുനനോട് പറയുക. അപ്പോൾ അർജുനൻ ഈ യുദ്ധരംഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു മനോവിഷമം അർജുനൻ്റെ മനസ്സിലേക്ക് സമാവേശിക്കുകയാണ്. ഈ വന്ന് യുദ്ധം ചെയ്യാനായിട്ട് അഭിമുഖമായി നിൽക്കുന്ന സേനയിൽ തീർച്ചയായും ഇന്നലെ വരെ കണ്ടിരുന്ന പല പ്രിയപ്പെട്ട മുഖങ്ങളും ഉണ്ടാകും എന്ന് അർജുനൻ അറിയാം. അങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു വിഷമതയുടെ ഒരു ചെറിയ കൊള്ളിയാൻ അർജുനൻ്റെ മനസ്സിൽ മിന്നുന്ന ആ സമയത്താണ് അർജുനൻ ഭഗവാനോട് പ്രകാരം പറയുന്നത്. ഭഗവാൻ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് രഥം രണ്ട് സേനകളുടെ നടുവിൽ നിർത്തി അവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് ഈ രണ്ട് ശ്ലോകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതാഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂനിധി തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതॄനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇദമബ്രവീത് തത്ര അപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄൻ അഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദഃ ച ഏവ സേനയോഃ ഉഭയോഃ അപി താൻ സമീക്ഷ്യ സഹ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാ ആവിഷ്ടഃ വിഷീദൻ ഇദം അബ്രവീത് തത്ര അപശ്യസ്ഥിതാൻ പാർത്ഥഃ. ഭഗവാൻ രണ്ട് സേനയുടെ നടുവിലായിട്ട് രഥം കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞു. തത്ര അവിടെ അപശ്യത് കണ്ടു. എന്താ കണ്ടത്? സ്ഥിതാൻ അവിടെ സ്ഥിതി ചെയ്യുന്നവർ വന്ന് അണിനിരന്ന് നിൽക്കുന്നവരെയൊക്കെ പാർത്ഥഃ പാർത്ഥൻ കണ്ടു. ആരൊക്കെയാണ്? പിതൃൻ പിതാവിന് സമന്മാരായിട്ടുള്ളവർ, പിതാമഹാൻ പിതാമഹന്മാരായിട്ടുള്ളവർ, ആചാര്യാൻ അസ്ത്രവിദ്യയും മറ്റുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചവരുണ്ട് അവിടെ, മാതുലാൻ അമ്മാവന്മാരുണ്ട്, ഭ്രാതൃൻ സഹോദരന്മാരുണ്ട്, പുത്രാൻ പുത്രഭാവത്തിൽ അല്ലെങ്കിൽ പുത്രസ്ഥാനത്തുള്ളവരുണ്ട്, പൗത്രാൻ പൗത്രന്മാരുണ്ട്, സഖീസ്തഥ പിന്നെ കൂട്ടുകാരുണ്ട്, ശ്വശുരാൻ ഭാര്യാപിതാക്കന്മാർ, സുഹൃദഃ ച ഏവ അതുപോലെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. സേനയോഹ ഉഭയോഹ അഭി രണ്ട് സൈന്യത്തിലും ഈ ബന്ധങ്ങളുള്ള ആളുകളൊക്കെ വന്ന് അണിനിരന്നിട്ടുണ്ട്. താൻ സമീക്ഷ്യ അവരെയൊക്കെ കണ്ട സഹ കൗന്ദേയ ആ കുന്തിപുത്രൻ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ അവിടെ വന്ന് അണിനിരത്തിക്കുന്ന എല്ലാ ബന്ധുജനങ്ങളെയും നന്നായി കണ്ടു അർജുനൻ. എന്നിട്ട് കൃപയാ പരയാ ആവിഷ്ടഃ എന്തെന്നില്ലാത്ത ഒരു കൃപ അർജുനൻ്റെ മനസ്സിലേക്ക് സന്നിവേശം ചെയ്തിട്ട് വിഷീദൻ ദുഃഖിച്ചുകൊണ്ട് ഇദം അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് മഹത്തായ ആ രഥം രണ്ട് സേനയുടെയും നടുവിലായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഭഗവാൻ അർജുനോട് പറഞ്ഞു, അർജുന
നീ പറഞ്ഞതുപോലെ ഇതാ 2 സേനയുടെയും നടുക്കായിട്ട് ഞാൻ രഥം കൊണ്ട് നിർത്തിയിരിക്കുന്നു. നീ കണ്ടാലും ആരൊക്കെയാണ് യുദ്ധം ചെയ്യാനായിട്ട് വന്ന് അണിനിരന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതും അർജുനൻ 2 സേനയിലേക്കും നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അർജുനൻ കാണുന്നത് പലരും താനുമായി വളരെയധികം ബന്ധമുള്ളവരാണ്. ചിലർ പിതാവിന് തുല്യരാണ്, ചിലർ പിതാമഹന് തുല്യരാണ്, ചിലർ അസ്ത്രവിദ്യയും ആയുധവിദ്യകളൊക്കെ പഠിപ്പിച്ച ആചാര്യന്മാരാണ്, ചിലർ അമ്മാവന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, പുത്രഭാവത്തിലുള്ളവരുണ്ട്, പൗത്രൻ കൊച്ചു മക്കളൊക്കെ ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ കൂട്ടുകാരുണ്ട്, പിന്നെ ഇവരുടെ എല്ലാം ഭാര്യ പിതാക്കന്മാരൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ കണ്ട് ഇവരെല്ലാം വന്ന് അണിനിരന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു യുദ്ധം ചെയ്ത് മരണം വരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അർജുനൻ്റെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു കൃപ അവരോടെല്ലാം തോന്നിയിട്ട് ദുഃഖം പൂണ്ട് നിന്നുകൊണ്ട് ഭഗവാനോട് ഇപ്രകാരം പറയുന്നു. ഇവിടെ യുദ്ധം ചെയ്യാനായിട്ടാണ് ഇത്രയും കാലം അർജുനനും പാണ്ഡവരും ഒക്കെ തയ്യാറെടുത്തത്. അതിനായിട്ട് എന്തെല്ലാം തപസ്യകൾ അവരനുഷ്ഠിച്ചു. കൗരവ പാണ്ഡവ സഹോദരങ്ങൾ തമ്മിൽ ദുർദ്യൂത് അല്ലെങ്കിൽ കള്ളച്ചൂത് കളി, അതിനെ തുടർന്ന് പാണ്ഡവർക്കുണ്ടായ വനവാസത്തിൽ എന്തെല്ലാം കഷ്ടതകൾ അനുഭവിച്ചു. അതിനുശേഷമുണ്ടായ അജ്ഞാതവാസത്തിലോ വിരാട രാജാവിൻ്റെ രാജധാനിയിൽ ഇവരോരോ വേഷപ്രച്ഛന്നരായിട്ട് ജീവിച്ചു വരവെ എന്തെല്ലാം വ്യഥകൾ ഇവരെല്ലാം അനുഭവിച്ചു. പ്രത്യേകിച്ച് പാഞ്ചാലി സൈരന്ധ്രിയായിട്ട് അവിടെ താമസിക്കുന്ന കാലത്ത് കീചകനിൽ നിന്നുണ്ടായിരുന്ന വിഷമതകളൊക്കെ, അങ്ങനെ എന്തെല്ലാം വിഷമതകളെല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് ഈ ഒരു യുദ്ധവേദിയിലേക്ക് എത്തുന്നത്. ഇത്രയും അനുഭവങ്ങൾ കൊണ്ട് ഒരു യോദ്ധാവിന് അയാളുടെ മനസ്സിൽ ഈ യുദ്ധത്തിനായിട്ട് മനസ്സ് പരിപാകപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ അർജുനൻ്റെ മനസ്സിൽ അപ്പോഴും അതിനെയും അതിജീവിക്കുന്നതായ ബന്ധുഭാവങ്ങൾ വന്നു ചേരുന്നു. ഒരു വില്ലാളി വീരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മനസ്സിന് ഉണ്ടാകേണ്ടതായ ആ ഉറപ്പ്, ആ ധൈര്യം ഇവിടെ ചോർന്നു പോകുന്നതായിട്ടാണ് അർജുനനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നമുക്കും മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, ജീവിത മാർഗത്തിൽ അനേകം പ്രതിസന്ധികൾ നമുക്കെല്ലാം വന്നു ചേരും. പക്ഷേ എപ്പോഴെല്ലാം പ്രതിസന്ധി ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം പ്രതിസന്ധികളെ നേരിടാൻ. എല്ലാ പ്രതിസന്ധികൾക്കും തരണം ചെയ്യാനുള്ള ഓരോ മാർഗങ്ങളുണ്ടാവും. തന്നെയുമല്ല, യാതൊരു പ്രതിസന്ധി ഇല്ലാത്തതാണെങ്കിൽ നമ്മളത് അനുഭവിച്ച് തീരേണ്ടതാണെന്നുള്ളൊരു മനോഭാവത്തിലേക്കെങ്കിലും നമ്മളെത്തും. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിൽ പെടുന്നതല്ല, പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു പോകുന്നു. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് നമ്മളുടെ പ്രാരബ്ധ കർമ്മങ്ങളെ തീർത്ത്, അല്ലെങ്കിൽ നമ്മളുടെ കർമ്മദോഷങ്ങളെ ശുദ്ധീകരിച്ച് പരമപദത്തിലേക്ക് പോകാനുള്ളൊരു മാർഗമാണെന്ന് ചിന്തിക്കുന്നവർ ഇത്രയേറെ വിഷമിക്കില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓരോ സമയത്തും ഏത് മനസ്സിൻ്റെ അവസ്ഥ ആണ് ഉണ്ടായിരിക്കേണ്ടത്, ഏതാണ് ഉണ്ടാകാൻ പാടില്ലാത്തതെന്നെല്ലാം നമുക്കിവിടെ അർജുനിലൂടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. തത്രാവശ്യസ്ഥിതാൻ പാർത്ഥ പിതॄനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ
ശശിരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇതമബ്രവീത്. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ദൃഷ്ട്വാ ഇമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുഃ ച ശരീരേ മേ രോമഹർഷഃ ച ജായതേ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക് ച ഏവ പരിദഹ്യതേ ന ച ശക്നോമി അവസ്ഥാതും ഭ്രമതി ഇവ ച മേ മനഃ. ദൃഷ്ട്വാ ഇമം സ്വജനം, ഹേ കൃഷ്ണ, ഞാൻ ഈ സ്വന്തം ജനങ്ങളെ കണ്ടിട്ട് യുത്സും സമുപസ്ഥിതം യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന് അണിനിരന്ന് നിൽക്കുന്ന ഈ സ്വന്തം ജനങ്ങളെ കണ്ടിട്ട് അല്ലയോ ഭഗവാനെ, മമ ഗാത്രാണി സീതന്തി, എൻ്റെ അവയവങ്ങളൊക്കെ തളർന്നു പോകുന്നു ഭഗവാനെ. മുഖം ച പരിശുഷ്യതി, എൻ്റെ വായിൽ വെള്ളം പറ്റിപ്പോകുന്നു, എനിക്കൊന്നും പറയാൻ തന്നെ പറ്റുന്നില്ല. വേപതുഹു ച ശരീരേമേ, എൻ്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറയ്ക്കുന്നു. രോമഹർഷഃ ച ജായതേ, ശരീരത്തിലൊക്കെ രോമാഞ്ചമുണ്ടാകുന്നു. ഗാണ്ഡീവം സ്രംസതേ ഹസ്താത്, എൻ്റെ കയ്യിൽ നിന്ന് ഈ ഗാണ്ഡീവം എന്ന് പറയുന്ന മഹത്തായ ധനുസ്, വില്ല് തെറിച്ചു പോന്നു, അല്ലെങ്കിൽ വഴുതി പോന്നു. ത്വക്ച ഏവ പരിദഹ്യതേ, തൊലിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. നജ ശക്നോമി അവസ്ഥാതും, അവസ്ഥാതും നേരെ നിൽക്കാൻ നജ ശക്നോമി, എനിക്ക് പറ്റുന്നേയില്ല. ഭ്രമതി ഇവജ മേ മനഃ, എൻ്റെ മനസ്സിന് എന്തോ ഒരു ഭ്രമം വന്നു കയറുന്നതായിട്ട് തോന്നുന്നു ഭഗവാനെ. ഭഗവാൻ രണ്ട് സേനയുടെയും ഇടയിൽ കൊണ്ടുവന്ന് രഥം നിർത്തി അർജുനൻ എല്ലാവരെയും ഒന്ന് നോക്കി. നിൽക്കുന്നവരെല്ലാം തൻ്റെ വളരെയധികം വേണ്ടപ്പെട്ടവരാണെന്ന് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമത മനസ്സിലേക്ക് പ്രവേശിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുനൻ പറയുന്നതാണ്, അല്ലയോ ഭഗവാനെ, ഈ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി വന്ന് അണിനിരനിൽക്കുന്ന സ്വന്തം ജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങളൊക്കെ തളർന്നു പോകുന്നു. വായാണെങ്കിൽ ഉണങ്ങി വരണ്ടു പോകുന്നു. ആകെ ശരീരത്തിൽ ഒരു വിറയൽ ഉണ്ടാകുന്നു. ശരീരത്തിലാണെങ്കിൽ ഒരു രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്നു. ഈ അവസ്ഥയിൽ ഗാണ്ഡീവമാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു നിർത്താൻ പോലും എനിക്ക് കഴിയാതെ വഴുതി പോകുന്നു. ശരീരത്തിലെ തൊലിയാണെങ്കിൽ വല്ലാതെ അങ്ങ് ചൂടാകുന്നു. എനിക്ക് നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഏതോ ഒരു ഭ്രമം എന്നെ ബാധിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധോത്സുകനല്ലാത്ത ഒരു രീതിയിലേക്കാണ് അർജുനൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. എത്രയും ആർജവത്തോടുകൂടി വന്നു യുദ്ധം ചെയ്യേണ്ട അർജുനനാണ് നരനാരായണന്മാരിൽ നരനായും ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം നാരായണനായും വന്നു നിൽക്കുന്ന ഈ സമയത്ത് അപ്രകാരം ഒരു യുദ്ധത്തിന് ഒട്ടും മാനസികമായി തയ്യാറാവാത്തതുപോലെയുള്ള ഈ സംസാരം ഒരിക്കലും ഒരു യോദ്ധാവിന് ചേർന്നതല്ല എന്നുള്ള രീതിയിൽ ഭഗവാൻ മനസ്സിലാക്കുകയാണ് അർജുനൻ്റെ ഈ വാക്കുകളിലൂടെ. എന്തായാലും ഈ അവസ്ഥയിൽ അർജുനനെയും കൊണ്ടൊരു യുദ്ധം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കും ഈ വാക്കുകളിലൂടെ മനസ്സിലാകുന്നു തന്നെ.
ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.